വെൽക്കം ടു ലിമിയ ക്രിയേറ്റീവ് വേൾഡ്. ഐ എം ലിയ. ഐ എം അമയ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ സ്മൈലി. പൊട്ടറ്റോ സ്മൈലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്: പൊട്ടറ്റോ, കോൺഫ്ലോർ, സോൾട്ട്, ബ്രെഡ് ക്രംസ്, പെപ്പർ, ബ്രെഡ് പൊടിച്ചത്, പാപ്രിക്ക പൗഡർ. ഇവിടെ നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി ബോയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ലാർജ് സൈസ് പൊട്ടറ്റോ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്താലും ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഈ സ്മോൾ പീസസ് ഒന്നും ഉണ്ടാവരുത്, അന്നേരം പരത്തിയൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോൾ ഇത് മാഷ് ചെയ്ത് കഴിക്കും. നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കോൺഫ്ലവർ ആണ് ഇടേണ്ടത്. നമുക്ക് കോൺഫ്ലവറിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല, ഓരോ പൊട്ടറ്റോനെ അനുസരിച്ചിരിക്കും. ഞാൻ ഇപ്പം ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ബ്രെഡ് പൊടിച്ചത് ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കാം. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ പെപ്പർ പൗഡർ. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണൽ ആണ് കേട്ടോ, ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി. ഇത് ഞാൻ 1/4 ടീസ്പൂൺ ഇടുന്നത്, അത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. പിന്നെ പാപ്രിക്ക പൗഡർ, ഇത് ഓപ്ഷണൽ. അതിനകത്ത് എനിക്ക് ചില്ലി പൗഡറും ഇടാറ്, ഏത് ടൈപ്പ് വേണമെങ്കിലും ഇടാം, ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ സോൾട്ട് ഇട്ടാൽ അത് സോൾട്ട് ടേസ്റ്റ്, അത് അളവൊന്നുമില്ല, ഒരു ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി ഡോ പോലെ ആക്കണം, ഒട്ടും സ്റ്റിക്കി ആകരുത്. ഡോയിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബ്രെഡ് പൊടിച്ചത് ഇടണം. നമ്മളിപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പിലാക്കി എടുക്കാം. ഇത് പരത്തിയെടുക്കാം. അന്നേരം ഒരിച്ചിരി കോൺഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പരത്തി എടുത്താൽ മതി, ഭയങ്കര പ്രസ്സൊന്നും കൊടുക്കണ്ട. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഓൾറെഡി. ഇത് ജസ്റ്റ് സൈഡൊന്നും നോക്കണ്ട കേട്ടോ, ചപ്പാത്തിയുടെ കൂട്ടൊന്നും ഷേപ്പൊന്നും വരത്തില്ല. നമ്മൾ അല്ലെങ്കിലും ലിഡ് വെച്ച് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കും. ഇത്ര ഒരു കണക്ക് തിക്നെസ്സിന് ഉണ്ടായാൽ മതി. നമുക്കൊരു ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ലിഡ് വെച്ചൊന്ന് ഷേപ്പ് ഉണ്ടാക്കുന്നത്. എക്സസൈസ് ഉള്ളത് മാറ്റിക്കാം. നമുക്കിത് ഐസ് വരച്ചെടുക്കാം. ഒരു സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു പാർട്ടിൽ വരയ്ക്കണം. അത് കുഴപ്പമില്ല. നമ്മൾ ഐസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മൗത്ത് വേണം. ഇങ്ങനെ ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഈ മൗത്തിൻ്റെ ടിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. ഒരെണ്ണം ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാം ആ ഒരു ഷേപ്പിൽ എടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ സ്മൈലൊക്കെ അങ്ങ് ഫേഡായി പോകും. അതുപോലെ നമുക്കെല്ലാം അപ്രോക്സിമേറ്റ്ലി എനിക്കിപ്പോൾ 30 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി പാനിനകത്തോട്ട് ഓയിൽ ഒഴിക്കാം. മുങ്ങിക്കിടക്കാൻ അത്ര ഉണ്ടാവണേ. ഞാൻ ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇടാവേ. പുറത്ത് ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തോളാം കേട്ടോ. ഉള്ളിൽ നിന്ന് കഴിക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ അങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടീയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാം.